ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ +2-ലെ ഒന്നാമത്തെ ചാപ്റ്റർ തവ വിരഹേ എന്ന ചാപ്റ്റർ പറഞ്ഞു തരാനാണ്. ഇതെന്താണ്? ഗീതഗോവിന്ദത്തെ ആസ്പദമാക്കിയിട്ടുള്ള അഷ്ടപതിയാണ്. ഇതിൽ നമുക്ക് നോക്കാം, വേഗം നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ആവാസോ വിപിനായത്തെ പ്രിയസഖി മാലാപി ജാലായത്തെ താപോപി ശ്വസിതേന ദാവദഹന ജ്വാല കലാപായത്തെ സാപി ത്വദ്വിരഹേണ ഹന്ത ഹരിണീരൂപായത്തെ ഹാ കഥം കന്ദർപ്പോപി യമായത്തെ വിരചയന് ചാർദൂല വിക്രീഡിതം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അതിൻ്റെ അർത്ഥം നമുക്ക് വേഗം നോക്കാം. അല്ലയോ കേശവ, അങ്ങയുടെ വിരഹത്താൽ ആ രാധയ്ക്ക് വീട് എന്താണ്, താമസിക്കുന്ന വീട് കാട് പോലെയായി തോന്നുന്നു. പ്രിയസഖിമാരുടെ കൂട്ടം വല പോലെ തോന്നുന്നു. നിശ്വാസവായു പോലും കാട്ടു തീ പോലെയാണ് തോന്നുന്നത്. ആ രാധയാകട്ടെ കൃഷ്ണന്റെ വിരഹത്താൽ മാൻപേട എന്ന പോലെ ആവുന്നു. മാൻപേട പോലെയാണ് അവളുടെ അവസ്ഥ. ആ കഷ്ടം എന്ത്! കാമദേവൻ പോലും ശാർദൂല ക്രീഡ ചെയ്തുകൊണ്ട് യമദേവനെ പോലെ തോന്നുന്നു എന്നർത്ഥം. എന്താണ് ഇവിടെ പറയുന്നത്? രാധയുടെ വിരഹാവസ്ഥയാണ്. ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള വിരഹത്തിന് ശേഷം രാധയുടെ വിരഹാവസ്ഥയെ വളരെ മനോഹരമായിട്ട് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇതാണ് ആ വിരഹാവസ്ഥ. അടുത്ത എന്താണ്? അടുത്ത ശ്ലോകം സ്തനവിനിഹിതമഭി ഹാരമുദാരം സാ മനുതേ കൃഷതനുരിവ ഭാരം രാധിക തവ വിരഹേ കേശവ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാധിക കേശവന്റെ, ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള വിരഹം, രാധയുടെ വിരഹം കാരണം രണ്ടാളും മാറിയിരിക്കുകയാണ്. അപ്പോൾ രാധയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് സഖി വന്ന് ഭഗവാൻ കൃഷ്ണനോട് പറയുന്നതാണ് ഈ സന്ദർഭം. ഇതിൽ ശ്ലോകങ്ങൾ. അല്ലയോ കേശവ, അങ്ങേയുമായുള്ള വിരഹത്താൽ ആ മെലിഞ്ഞ ശരീരത്തോടു കൂടിയ രാധിക സഖീജനങ്ങളാൽ നിർബന്ധപൂർവ്വം ധരിക്കപ്പെട്ട ഉത്കൃഷ്ടമായ മാല പോലും അത്യധികം ഭാരമുള്ളതായി അവൾ സങ്കല്പിക്കുന്നു എന്നർത്ഥം. ഓക്കെ, എന്താണ്? സഖിക്ക് ആ മാല പോലും അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിൻ്റെ സന്ദർഭം. അടുത്ത ശ്ലോകം നോക്കാം. സരസമസൃണമഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം. അപ്പോൾ അവൾ എന്താണ്, എങ്ങനെയാണ് ആ രാധയുടെ അവസ്ഥ എങ്ങനെയാണ് പറയാണ്. അല്ലയോ കേശവ, അങ്ങേയുമായുള്ള വിരഹത്താൽ ആ രാധിക ശരീരത്തിൽ ജലം ചേർത്ത് കുഴച്ച് ചാലിച്ച് ചന്ദന ലേപനം പോലും വിഷം എന്ന പോലെ ശങ്കയോട് കൂടി കാണുന്നു. അപ്പോൾ ശരീരത്തിൽ ചൂട് വരുന്ന സമയത്ത് ആ ചൂടിനെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണയായിട്ട് പഴയ കാലത്തൊക്കെ ചന്ദനമാണ് അരച്ച് തേക്കുക. അപ്പോൾ 2 ഗുണമുണ്ട്. ശരീരത്തിന് തണുപ്പും കിട്ടും, എന്താണ്, ചൂടും കുറയും. അപ്പോൾ അതുപോലും അവൾക്ക് എന്താണ്, ആ ചന്ദനം ലേപനം പോലും അവൾക്ക് വിഷമായിട്ടാണ് തോന്നുന്നത് എന്നർത്ഥം. അടുത്ത് നോക്കാം. ശ്വസിത പവനം അനുപമ പരിണാഹം മദന ദഹനമിവ വഹതി സദാഹം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവളുടെ ശ്വാസം പോലും എങ്ങനെയാണ്, ആ രാധികയുടെ അതുല്യമായ വ്യാപ്തിയോടുകൂടി നിശ്വാസവായു പോലും, വായു എന്താണ്, കാമാഗ്നി പോലെ ദാഹത്തോടു കൂടി തോന്നുന്നു. അല്ലെങ്കിൽ കാമാഗ്നി പോലെയാണ് അത് വരുന്നത്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കൃഷ്ണനുമായുള്ള വിരഹത്താൽ ആ രാധയ്ക്ക് അതുല്യമായ വ്യാപ്തിയോട് കൂടിയ അവളുടെ നിശ്വാസവായു പോലും കാമാഗ്നിയോടുകൂടി അല്ലെങ്കിൽ ആ ചൂടോടുകൂടി ആഗ്രഹത്തോടു കൂടിയുള്ള ആ അഗ്നി പോലെയാണ് അവൾക്ക് തോന്നുന്നത് എന്നാണ് അർത്ഥം. ദിശി ദിശി കിരതി സ ജലകണജാലം നയന നളിനമിവ വികളിത്ത നാളം. ഇവിടെ എന്താ പറയുന്നത്? രാധ, ആ രാധിക കണ്ണീരോട് കൂടിയ അവളുടെ താമര കണ്ണുകൾ തണ്ടൊടിഞ്ഞ താമരപ്പൂ പോലെ എല്ലാ ദിക്കിലും പരത്തുന്നു. താമരപ്പൂ തണ്ടൊടിഞ്ഞ അങ്ങനെ കാറ്റടിച്ചാൽ അങ്ങോട്ട് പോവും, ഇങ്ങനെ പോവും അല്ലെ? അതിൽ നേരെ നിൽക്കും. അപ്പോൾ അവൾ എന്താണ്, എല്ലാ സ്ഥലത്തും നോക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, എൻ്റെ ഭഗവാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്താ പറയുക, ആ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് രാധ. താമരപ്പൂ പോലെ, താമരപ്പൂവിൻ്റെ എതിർ പോലത്തെ കണ്ണുകൾ കൊണ്ട്. നയന വിഷയമഭി കിസലയ തൽപ്പം കലയതി വിഹിത ഹുദാശന കൽപ്പം. ഇവിടെ എന്താ പറയുന്നത്? രാധയുടെ അടുത്ത അവസ്ഥ പറയാണ്. അവൾ കിടക്കുന്ന കിടക്ക പോലും തളിരിലകൾ, പല്ലവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഇലകൾ പോലും, കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന തളിരിലകൾ കൊണ്ടുണ്ടാക്കിയ കിടക്ക പോലും അവൾക്ക് എന്താണ്, അഗ്നി സദൃശ്യമായി കണക്കാക്കുന്നു. അതായത് തളിരിലകൾക്കും ചുവപ്പ് നിറമാണ്, അഗ്നിക്കും ചുവപ്പ് നിറമാണ്. അപ്പോൾ വളരെ നേർത്ത സോഫ്റ്റായിട്ടുള്ള തളിരിലകൾ കൊണ്ടുണ്ടാക്കിയ കിടക്ക പോലും അവൾക്ക് എന്താണ്, ഈ സമയം അവൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? അഗ്നി സമാനമായിട്ടാണ് അവൾക്ക് തോന്നുന്നത് എന്നർത്ഥം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ത്യജദിന പാണി തലേന കപൂലം ബാലശശിനമിവ സായമലോലം. ഇനി അവൾ എങ്ങനെയാണ്? അവൾ മുഖം ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, സങ്കടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ പറയാണ്, ആ രാധയുടെ ഇളകാത്ത കവിൾത്തടം സന്ധ്യാസമയത്തെ ബാലചന്ദ്രനെ പോലെ കൈത്തലം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടില്ല. ആ മുഖശോഭ ഇങ്ങനെയൊക്കെ വിരഹം കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവളുടെ മുഖത്തിൻ്റെ ആ ശോഭ ഇങ്ങനെ പകുതി ഇങ്ങനെ അതാണ് ബാലശശി പറഞ്ഞത്. ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഖം പകുതി മറഞ്ഞിരുന്നാൽ പോലും അവളുടെ ആ മുഖത്തിൻ്റെ സൗരഭ്യം അല്ലെങ്കിൽ ആ ഭംഗി ഒരിക്കലും പോയില്ല. അതിനെ ബാലചന്ദ്രനുമായിട്ട് മുഖം
കൈകൊണ്ട് മറച്ചില്ലെങ്കിൽ പൂർണ്ണചന്ദ്രനാണ്, കൈകൊണ്ട് മറച്ചാൽ പോലും അത് ബാലചന്ദ്രൻ, അർദ്ധചന്ദ്രനെ പോലെ അത് കാണുന്നു എന്നർത്ഥം. ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേവ നികാമം. അപ്പോൾ എങ്ങനെയാണ് ആ രാധ ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രാധ മറ്റുള്ളവർ നികാമമായി അതിശയത്തോടെ ഹരിഹരി എന്ന് ഉച്ചരിക്കുന്നു. രാധയാകട്ടെ വിരഹത്താൽ മരണാസന്നിയെ പോലെ കാമലോലുപിയായിട്ട് ഹരി ഹരി എന്ന് വീണ്ടും വീണ്ടും ഭഗവാന്റെ നാമം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുന്നത്? ഭഗവാനെ ഭജിക്കുന്നത് 2 തരത്തിലാണ്. ചിലർ ഭക്തിഭാവത്തോടു കൂടി ഹരി ഹരി എന്ന് വിളിക്കും, ചിലർ പ്രേമഭാവത്തോടു കൂടി ഹരി ഹരി എന്ന് വിളിക്കും. രണ്ടിൻ്റെയും അവസ്ഥ രണ്ടും എത്തിച്ചേരുന്ന എവിടെയാണ്? മോക്ഷത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ വിഷ്ണുപദത്തെ പ്രാപിക്കാൻ എന്ന പോലെ അവൾ ഹരി ഹരി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ശ്രീ ജയദേവ ഭണിതമിതി ഗീതം സുഖയതു കേശവ പദമുപനീതം. ഇനി എന്താണ് ഇവിടെ? ജയദേവർ അവസാനം എല്ലാ ജയദേവരുടെ ഗീതഗോവിന്ദം അഷ്ടപതിയിലെല്ലാം അവസാനം എന്താണ്? ജയദേവർ എഴുതിയ ആളുടെ പേര് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വരി എപ്പോഴും ഉപസംഹാരം ചെയ്യാറുള്ളത്. ശ്രീ ജയദേവനാൽ പറയപ്പെട്ടതും വിഷ്ണുപദത്തെ നേടിക്കൊടുക്കുന്നതുമായ ഈ ഗീതഗോവിന്ദം ശ്രോതാക്കളെയും ഗായകരെയും സുഖപ്പെടുത്തട്ടെ. അതിലൂടെ നിങ്ങൾക്കും നല്ല മാർക്ക് നേടട്ടെ, നിങ്ങളെയും നല്ല മാർക്ക് നേടാൻ ഇത് സാധിക്കട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ. ഓക്കെ, വളരെ വേഗവും ചുരുക്കിയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് വേഗത്തിൽ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.